ഇതിനാൽ ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. എന്തെന്നാൽ ഞങ്ങൾ കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോട് കൂടിയായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ പ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഈ കാരണത്താലാണ് ഇനിയും കാത്തിരിക്കുക അസാധ്യമെന്ന് വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അന്വേഷിച്ചറിയാൻ ഞാൻ ആളെ അയച്ചത്. പ്രലോഭകൻ നിങ്ങളുടെ യജ്ഞത്തിൽ പരീക്ഷയിൽ വീഴ്ത്തിയേക്കുമെന്നും ഞങ്ങളുടെ പ്രയത്നം പാഴായി പോയേക്കുമെന്നും ഞങ്ങൾ ഭയപ്പെട്ടു. പരിശുദ്ധ സുവിശേഷം 22-24 മുതലുള്ള തിരുവചനങ്ങൾ. ശുശ്രൂഷയിലൂടെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ചേക്കേറുമ്പോഴാണ് നാം വലിയവരായി തീരുക. താൻ വലിയവൻ ആരാണെന്ന് നടക്കാം അവരുടെ ഇടയിലുണ്ടായി. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, വിജാതികളുടെ അവർ രാജാക്കന്മാർ ആധിപത്യം അണിചേരുകയും തങ്ങളുടെ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങൾ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിലിരിക്കുന്നവരോ പരിശീലിക്കുന്നവരോ? ഭക്ഷണത്തിലിരിക്കുന്നവരല്ലേ. ഞാൻ അവർക്ക് നിങ്ങളുടെ പരിശീലിക്കുന്നവരെ പോലെയാണ്. എന്റെ പരീക്ഷകൾ എന്നോടുകൂടി നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എന്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചതും തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേൽ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനും വേണ്ടിയത്രേ.
എന്നോ
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ശരിയായ ശ്രമിക്കാം. അന്താനുള്ള അവസരത്തോടെ നമ്മെ ജീവിക്കുന്ന വിശ്വസിയായിട്ട് പാപരം അവിടെ കാരണത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുന്നു. എന്നോടു ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുന്നു. എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടാൻ.
ചേർക്കുവാൻ മനസ്സാകണേ. തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ വൈകാതെ വന്നിടണേ. ആത്മനായക ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? പരിശുദ്ധമായ ഭാഗത്താൽ സ്വർഗവും പരിശുദ്ധവും ജീവിതായും ജയിക്കുവാൻ രഹസ്യങ്ങളെ സമീപിച്ച് ഇവരെ നമുക്കെല്ലാവരും ഇവരുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. സ്വതവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഗാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായി നീക്കും. ശരീരത്താൽ നമ്മുടെ കടങ്ങൾ ഓർക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളെല്ലാം മായ്ച്ചുകളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിനെ മേച്ചിൽ സദാശരണമേ, നിങ്ങളുടെ മേൽ അവിടുത്തെ